ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ മധുരം ഇഷ്ടപ്പെടാത്തവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 75 ഗ്രാം എടുത്തൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും വെനില എസൻസ് കൂടെ ചേർത്ത് ക്രീം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഇറാനി ചായ കൂടെ വേണമല്ലോ, ഹൈദരാബാദി ദം ചായ, അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മീതെ നമ്മൾ കുറച്ച് പാൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ ഫില്ലിങ് അങ്ങ് നിറയെ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ബണ്ണിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ചെറിയ ബണ്ണാണെങ്കിൽ 4 ബണ്ണിലേക്കുള്ള ക്രീം ഉണ്ട് ഇത്. മിൽക്ക് മെയ്ഡിന് പകരം പാൽപ്പൊടി, പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കുക. ബണ്ണിന്റെ കൂടെ ദം ചായ കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അതിൽ നിന്ന് കുത്തി കഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇനി ബണ്ണ് ചായയിൽ കുത്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ബണ്ണ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇതാ ഫില്ല് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേൽ ഒരുപാട് അങ്ങ് നിറക്കാനുള്ളത് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യുകയാണെങ്കിൽ മൂന്നിലും നല്ലോണം ഫില്ല് ചെയ്യാനുള്ളത് കിട്ടും. അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിലും ബണ്ണ് കണ്ടാൽ പെട്ടെന്ന് ഞാൻ പാൽച്ചായ ഉണ്ടാക്കിയിട്ട് ചായ കുത്തി തിന്ന ആളാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചായയിലൊന്ന് കുത്തി തിന്നാലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.